യസ്തു ആത്മരതിരേവ സ്യാത്. ആത്മരതി ഏവ സ്യാത്. ആത്മാവിൽ സ്വരൂപത്തിൽ തന്നെ രതി. രതി എന്ന് വെച്ചാൽ രമണം. സാധാരണ രണ്ട് പദാർത്ഥങ്ങൾ കൂടി ചേരുമ്പോൾ ഉള്ള ആനന്ദത്തിനാണ് രതി എന്ന് പറയാം. ഇവിടെ തന്നിൽ താൻ തന്നെ രതി അനുഭവിക്കുന്നു. ആത്മരതിരേവ സ്യാത്. നമുക്ക് തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വേണ്ടതൊക്കെ കിട്ടണം, എന്നാ തൃപ്തി അല്ലേ? ഇവിടെ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഓൾ ഡിസയേഴ്സ് ആർ സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് ആത്മതൃപ്തശ്ച, ഇനിയൊന്നും വേണ്ട എന്നുള്ള സ്ഥിതിയാണ് സന്തുഷ്ടി. ഇനി യാതൊന്നും കാണാനില്ല, കേൾക്കാനില്ല, അറിയാനില്ല, രുചിക്കാനില്ല, യാതൊരു അവസ്ഥയോടും മോഹമില്ല. ആത്മന്യേവ സന്തുഷ്ട. ആത്മരതി, ആത്മക്രീഡ, ആത്മമിഥുന, ആത്മാനന്ദ, ആത്മാ പുരസ്താത്, ആത്മാ പശ്ചാത്, ആത്മാ ദക്ഷിണതഃ, ആത്മാ ഉത്തരതഃ, ആത്മൈവേദകം സർവം സസ്വരാട് ഭവതി, സ സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ഇതേ അർത്ഥം ഉപനിഷത്ത് പറയുന്നത് അങ്ങനെയാണ്. ആത്മരതിരേവ സ്യാത്. ആനന്ദം, ജ്ഞാനിയുടെ ആനന്ദത്തിനെ അല്പം ഒന്ന് പറഞ്ഞ് അറിയിക്കാൻ ഒരു ശ്രമം നടത്തുക. കിണറ്റിലെ തവളയ്ക്ക് സമുദ്രത്തിലെ തവള സമുദ്രത്തിന്റെ അനന്തത പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച പോലെ. കുറെ വർഷം മുമ്പ്, 13 വർഷം മുമ്പ് ഈ ശ്ലോകം ഒരു അമ്പലത്തിൽ വെച്ച് പറയാണ്. ഒരു മണ്ഡപത്തിൽ ഞാനിരുന്ന് പ്രഭാഷണം ചെയ്യുന്നു. വേറൊരു മണ്ഡപം, കുറെ ആളുകൾ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഈ മണ്ഡപത്തിൽ എന്റെ ചുറ്റും കുറെ കൊച്ചു കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. 7 വയസ്സ് 8 വയസ്സ് കുട്ടികൾ. മുമ്പിലൊരു കുട്ടി ഒരു 6 വയസ്സ് 8 വയസ്സിനകം ഉണ്ടാവും, ചെറിയ കുട്ടി. ഈ ശ്ലോകം ചൊല്ലി, ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി, യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ. ആത്മാവിൽ തന്നെ രതി, ആത്മാവിൽ തന്നെ ആനന്ദം, ആത്മാവിൽ തന്നെ തൃപ്തി. ജ്ഞാനി കാണുന്നതൊക്കെ ആത്മസ്വരൂപം, സർവത്ര ആത്മസ്വരൂപം. സകലതും ബ്രഹ്മമയമായിട്ട് ജ്ഞാനിക്ക് അനുഭവപ്പെടുന്നു. കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായി അനുഭവപ്പെടുന്നു. ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുവരികയാണ്. ഈ കുട്ടി പെട്ടെന്നങ്ങനെ നിശ്ചലമായി കണ്ണിന് ധാരധാരധാരയായിട്ട് ആനന്ദ അശ്രു ഒഴുകിക്കൊണ്ടിരിക്കും. കൈ ഇങ്ങനെ കൂപ്പിയിട്ടുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നേരം ഞങ്ങളെ പ്രഭാഷണമൊക്കെ അങ്ങോട്ട് നിർത്തി. ഈ കുട്ടിയുടെ സ്ഥിതി, ഇറ്റ് വാസ് ഇൻ അബ്സല്യൂട്ട് ട്രാൻസ്. ആ കുട്ടിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ വേദാന്തം ബുദ്ധി കൊണ്ടാണോ മനസ്സിലാക്കേണ്ടതെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് മനസ്സിലാവാനായിട്ടുണ്ട്? ആ സ്ഥിതി ഈ ശ്ലോകങ്ങളിൽ തന്നെ ആ സ്ഥിതിയുണ്ട്. ആ കുട്ടിയും മെച്ചുവർ ആയിരുന്നുണ്ടാവും ആ സമയത്ത്. ഈ അനുഭവം എന്നുവെച്ചാൽ ആ ശ്ലോകം തന്നെ ഇറ്റ് ഗീവ്സ് യു ദ പിക്ചർ ഓഫ് എ ജ്ഞാനി. എങ്ങനെ ആനന്ദമായിട്ടിരിക്കുന്നു, എങ്ങനെ ആത്മരതിയിലിരിക്കുന്നു, ആത്മക്രീഡയിലിരിക്കുന്നു, ആത്മമിഥുനത്തിലിരിക്കുന്നു. സ്വാമി രാമതീർത്ഥൻ അമേരിക്കയില് അദ്ദേഹത്തിനെ നിർബന്ധമായിട്ട് ഇന്ത്യയിൽ നിന്നും പറഞ്ഞയച്ചു. ആ കഥയൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാക്രമെന്റോ എന്ന നദിയുടെ തീരത്തിൽ അദ്ദേഹം കുറെ കാലം വസിച്ചിരുന്നു. രാവിലെ വളരെ നേരം സ്വാമികൾ അവിടെ ധ്യാനിച്ചിരിക്കും. എന്നിട്ട് ആരെങ്കിലും ഒക്കെ പോകുമ്പോൾ അവരോട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയും. അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മുഴുവൻ ഇൻ ദ വൂഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ. അതില് ഒരു ദിവസം അദ്ദേഹം കാൽമേൽ കാലിട്ട് മലന്ന് കിടക്കുകയാണ്. കുരുവികളൊക്കെ, പക്ഷികളൊക്കെ അടുത്തു വന്നിരിക്കും. ആ പക്ഷികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് സകലതും അദ്ദേഹത്തിന് ആത്മസ്വരൂപമാണ്. അപ്പോ ഒരു സായിപ്പ് ഒരു ഇംഗ്ലീഷുകാരൻ അടുത്ത് ചെന്നിരുന്ന് ചോദിച്ചു. അദ്ദേഹം കുറെ ദിവസമായി നോക്കണു, ഈ സ്വാമി ഒന്നും ചെയ്യണില്ല. ഒന്നിലെവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗം ചെയ്യണം, അതും ചെയ്യണില്ല. യാതൊരു ആക്ടിവിറ്റി ഇല്ല. രസമായിട്ട് ചിലപ്പോൾ അദ്ദേഹം വിറക് കീറും,
ഒരിക്കൽ ആളുകൾ, ഈ മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ ഓട്ട മത്സരം നടത്തുകയാണ്. അദ്ദേഹം അവരുടെ കൂടെ ഓടി. അതിൽ ഫസ്റ്റ് വന്ന ആള് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ലക്ഷ്യത്തിലെത്തി. 400 കിലോമീറ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു, 40 കിലോമീറ്റർ എന്തോ. അതിൽ ആ ഫസ്റ്റ് വരുന്ന ആള് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ലക്ഷ്യത്തിലെത്തി. എന്നിട്ട് അദ്ദേഹം, എനിക്ക് അവാർഡൊന്നും വേണ്ട, വെറുതെ അവരുടെ കൂടെ ഓടിയതാണ്. അതർവൈസ് അദ്ദേഹം കാര്യമായ പ്രവൃത്തിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ അവിടെ ഇരിക്കുമ്പോ ഈ വെള്ളക്കാരൻ പോയിട്ട് സ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്താ അങ്ങേക്ക് വല്ലതും പോയി ലോകത്തിൽ പോയി ചെയ്തൂടെ? യു ക്യാൻ ഡു സംതിങ് ഗുഡ് ഇൻ ദിസ് വേൾഡ്. വൈ ആർ യു സോ ലേസി? വൈ ഡു യു ഇമ്പോർട്ട് ഏഷ്യാറ്റിക് ലേസിനെസ് ടു അമേരിക്ക? നിങ്ങളുടെ നാട്ടിന്റെ മുഖമുദ്രയായിട്ടുള്ള കുഴുമടി എന്തിനാ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? ലോക നന്മ വല്ലതും, ലോകത്തിൽ നന്മയൊക്കെ ചെയ്തൂടെ? അതിന്റെ ഉത്തരം നല്ല മനോഹരമായിരിക്കും, വലിയ പാരഗ്രാഫ്. എനിക്കത് മുഴുവൻ പറയാൻ വയ്യ. രാമതീർത്ഥ സ്വാമികൾ പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, ഈസ് ഇറ്റ് നോട്ട് ദാറ്റ് ബിസിനസ് ഓഫ് ഡൂയിങ് ഗുഡ് ഓൾറെഡി ഓവർ ക്രൗഡഡ്? ഈ ലോകത്തിന് നന്മ ചെയ്യാനുള്ള ബിസിനസ് ഇപ്പൊ തന്നെ ഓവർ ക്രൗഡഡ് ആണ്. അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ലോകത്തിന് നന്മ ചെയ്യാനായിട്ട്. എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്നാണ്. എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്കൊന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല, ഒന്നും പ്രാപിക്കാനില്ല, യാതൊന്നിലും രുചിയില്ല. ഞാൻ എന്ത് പ്രവർത്തിക്കണമെന്നുള്ള ഒരു സ്ഫൂർത്തി തോന്നിയാലല്ലേ പ്രവർത്തിക്കാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഷുഡ് യു നോട്ട് ഷോ പിറ്റി ടു അതേഴ്സ് എന്ന് ചോദിച്ചു. മറ്റുള്ളവരോട് ദയ കാണിക്കണ്ടേ എന്ന് ചോദിച്ചു. ഷോയിങ് പിറ്റി, ഡിയർ ഫ്രണ്ട്, ഷോ പിറ്റി ടു യുവർ സെൽഫ്. മറ്റുള്ളവരോട് ദയ കാണിക്കണ്ടേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, തന്നോട് ദയ ആദ്യം കാണിക്കൂ. എത്ര ജന്മമായി ഈ ഉള്ളിലുള്ള അന്തരാത്മാ ദാഹിച്ച് 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 കിടക്കണു. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ആണാണ്, പെണ്ണാണ്, പണക്കാരനാണ്, ജോലി, എന്തൊക്കെയോ ധരിച്ച് ധരിച്ച് ഉള്ളിലുള്ള ഈ ആത്മാവിനെ പഷ്ണിക്കിട്ട് ആത്മഹാ സ്വം വിനിഹന്തി അസദ്ഗ്രഹാത് എന്നാണ്. ആത്മഹ എന്നാണ് വാക്ക്. തന്നെ താൻ കൊല്ലുന്നു എന്നാണ്. സൂയിസൈഡ് എന്ന് പറയുന്നത് പോലെ ആത്മഹത്യ, ശരീരഹത്യയല്ല. ആത്മഹത്യ എവിടെ വരണമെന്ന് വെച്ചാൽ അസത്തിനെ പിടിച്ചുകൊണ്ട് അതാണ് കാര്യം ധരിച്ചിരിക്കുന്നവനാണ് ആത്മഹ. ഇത് പറഞ്ഞ് രാമതീർത്ഥസ്വാമികൾ പറഞ്ഞു. അദ്ദേഹം സദാ ആനന്ദസ്ഥിതിയിലായിരുന്നു. യാതൊന്നും, അദ്ദേഹത്തിനെ കാണാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോ സ്വാമികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അമേരിക്കൻ പ്രസിഡന്റ് ഈ കുരുവികളുടെ അത്ര പോലും ഫ്രീഡം ഇല്ലാത്ത ആളാണെന്നാണ്. അവരെത്ര ഫ്രീ ആയി എന്റെ അടുത്ത് വന്നിരിക്കുന്നു, ഞാൻ എത്ര ഫ്രീ ആയി അവരോട് വർത്തമാനം പറയണു. ഈ കുരുവികളുടെ ഫ്രീഡം പോലും അമേരിക്കൻ പ്രസിഡന്റിനില്ല. എന്താന്ന് വെച്ചാൽ പവറുടെ പുറകില് നമ്മളുടെ മുമ്പിൽ രണ്ടെണ്ണമാണ്, ഒന്ന് ശക്തി, ഒന്ന് ശാന്തി. ശക്തിയുടെ പുറകെ പോയാൽ ശാന്തി നഷ്ടപ്പെട്ടു പോവും. ശാന്തിയുടെ പുറകെ പോയാൽ എന്തൊക്കെ വേണോ ആ ശക്തിയൊക്കെ അവിടെ ഉണ്ടാവും. ലോകത്തിൽ അധികം പേരും ദേ ചൂസ് പവർ, നോട്ട് പീസ്. ശക്തിയുടെ മാർഗമാണ് പ്രേയസ്, ശാന്തിയുടെ മാർഗമാണ് ശ്രേയസ്. ശ്രേയ ആദദാനസ്യ സാധുഭവതി ഹിയതേ അർത്ഥാത് യൗ പ്രേയോ വൃണീതേ എന്നാണ്. അപ്പൊ ശാന്തി സ്വരൂപത്തിൽ മാത്രം കിട്ടുന്നതാണ്. ആ ശാന്തിയെ വരിച്ച ആളുകളാണ് ജ്ഞാനികൾ. അവര് സ്വരാട് ഭവതി. ഉപനിഷത്ത് പറയുന്നു, നിരന്തരം ആത്മാവിൽ രമിക്കുന്ന ജ്ഞാനി ജഗത്തിനു മുഴുവൻ ചക്രവർത്തിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് രാമതീർത്ഥനെ കാണാൻ വന്നപ്പോ രാമതീർത്ഥൻ സാധാരണ ഞാൻ എന്ന് പറയില്ല, ഐ എന്ന് പറയില്ല, എപ്പോഴും രാമ രാമാൻ തന്നെ വിശേഷിപ്പിക്കും. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, സ്വാമി അറ്റ്ലീസ്റ്റ് പ്രസിഡന്റ് വരുമ്പോഴെങ്കിലും അങ്ങ് ഐ ഞാൻ എന്ന് പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ ഈ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് ചിലപ്പോ അപമര്യാദയായിട്ട് എടുത്താലോ. സ്വാമി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോ രാമ എന്ന് പറയണതിന് പകരം എംപറർ രാമ, ചക്രവർത്തിയായ രാമൻ എന്ന് സ്വയം തന്നെ വിശേഷിപ്പിക്കും. അപ്പൊ ചോദിച്ചു, അങ്ങ് ഏത് നാട്ടിലെ ചക്രവർത്തിയാണ്? ഞാൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാണെന്നാണ്. സ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. എനിക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. സകല പ്രപഞ്ചങ്ങളും അവ്യാഹതേഷ്ട ഗതയ സുരസിദ്ധ സാധ്യ ഗന്ധർവ യക്ഷ നര കിന്നര നാഗലോകാൻ വിദ്യാധര ദ്വിജഗണാൻ ഭുവനാനി കാമം.
എവിടെ വേണമെങ്കിലും കാമചാരന്മാരാണ് യോഗികൾ, ജ്ഞാനികൾ. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കണം. അവർക്ക് സകല സ്ഥലത്തും എന്താന്ന് വെച്ചാൽ അവർക്ക് എവിടെയും സ്വാതന്ത്ര്യം. ഒന്നും നേടിയെടുക്കാനില്ല, ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അവരുടെ ആ സ്വാതന്ത്ര്യത്തിനെ, ആ ആനന്ദത്തിനെ കുറിക്കുന്നതാണ് ഈ ശ്ലോകം. യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. അയാൾക്ക് ഒന്നും ലോകത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടൊന്നുമില്ല. തസ്യ കാര്യം ന വിദ്യത്തെ. ലോകത്തിൽ സാധാരണ നമുക്കൊക്കെ കർമ്മമുണ്ട്. ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിക്ക് തന്റെ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. അയാൾ കർമ്മം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയാണ് സന്യാസം എന്ന് പറയണത്. രാമകൃഷ്ണ പരമഹംസൻ തന്റെ അച്ഛന് ശ്രാദ്ധം ചെയ്യണമെന്ന് വിചാരിച്ച് ശ്രമിച്ചു നോക്കിയത്രേ. പക്ഷെ അദ്ദേഹത്തിന് കയ്യിൽ ജലം നിൽക്കണില്ല, വായിലൊന്നും വരണില്ല, മന്ത്രം വരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് അംബിക അകത്തൊന്ന് പറഞ്ഞു, ഇതൊക്കെ തന്നെ വിട്ടുപോയിരിക്കുന്നു, ഇനി താൻ വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റില്ല. കർമ്മങ്ങളൊക്കെ സ്വയം വിട്ടുപോയിരിക്കും. കർമ്മത്തിനെ അവരുപേക്ഷിച്ചതല്ല. എങ്ങനെ വിട്ടുപോയി? ഓർമ്മയേ ഇല്ല, ശരീരപ്രജ്ഞയേ ഇല്ല. പിന്നെ എങ്ങനെ എന്ത് ചെയ്യും? ആദ്യം ഞാൻ ഒരു പുത്രനാണ്, പിന്നെ ഞാൻ ഈ ശരീരമാണെന്ന് കരുതണം, പിന്നെ ഞാൻ ഒരാൾക്ക് പുത്രനാണെന്ന് കരുതണം, പിന്നെ എനിക്കൊരു അച്ഛനുണ്ട് എന്ന് കരുതണം, ആ അച്ഛനും ഒരു അച്ഛനുണ്ടായിരുന്നു എന്ന് കരുതണം. എന്നിട്ടാണ് വേണം പിതാമഹ പ്രപിതാമഹ പറയേണ്ടത്. ആ അവസ്ഥയിലേ അവരില്ലാത്തത് കൊണ്ട് ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. അവർക്ക് പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാനില്ല. ഇന്നലെ മിഞ്ഞാന്ന് നടേശയ്യർ കഥ പറഞ്ഞല്ലോ. നടേശയ്യർ ചിദംബരത്തിൽ നിന്നും തിരുവണ്ണാമലയ്ക്ക് വരുമ്പോ ഒരേ ഒരു കാര്യമാണ് കയ്യിൽ കൊണ്ടുവന്നത്. പഞ്ചായത്തന പൂജ, ശിവപഞ്ചായത്തന പൂജ കൊണ്ടുവന്നു. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ചന്ദനം അരയ്ക്കുന്ന കാലത്തും അദ്ദേഹത്തിന് ഈ ശിവപഞ്ചായത്തന പൂജ തന്റെ ഒരു ചെറിയ മുറിയിൽ വെച്ച് ചെയ്യും. രമണാശ്രമത്തിൽ വന്ന ശേഷവും ഗോശാലയുടെ അടുത്തൊരു ചെറിയൊരു സ്ഥലത്ത് ഈ ശിവപഞ്ചായത്തന പൂജ വെച്ച് ദിവസം രാവിലെ പൂജ ചെയ്ത് ശാളഗ്രാമം, ശിവലിംഗം, സൂര്യൻ, ദുർഗ, ഗണപതി ഇതൊക്കെ വെച്ച് പൂജിച്ച് അർച്ചന ചെയ്ത് നിവേദ്യം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നേദിച്ച് അതിന് അലങ്കാരം ചെയ്ത് കറക്റ്റായിട്ട് ആ പൂജ ദീപാരാധന കഴിയുന്ന സമയത്ത് മഹർഷി ഗോശാല വശത്തേക്ക് നടക്കാൻ വരും. ദിവസവും മഹർഷി വന്ന് മഹർഷിക്ക് ഈ പൂജ എടുത്ത് കയ്യിൽ കൊടുക്കും. അദ്ദേഹം ഓരോന്നായി എടുത്തു നോക്കും, ഓരോ മൂർത്തിയായി എടുത്തു നോക്കും, കയ്യിൽ വെക്കും, എന്നിട്ട് അവിടെ വെക്കും. ഈ ദിവസം ഏകദേശം 2 വർഷം ദിവസം റെഗുലറായിട്ട് ആ സമയത്ത് തന്നെ ഭഗവാൻ അവിടെ വരും. ഇദ്ദേഹം പൂജ ചെയ്ത് വെച്ചത് കാണും, പോകും. അദ്ദേഹത്തിന് ഭഗവാൻ വന്ന് കഴിഞ്ഞിട്ടാണ് അത് പെട്ടിയിലിട്ട് മൂടി വയ്ക്കും. പഞ്ചായത്താണ് പൂജ. 2 വർഷം കഴിഞ്ഞ് ഒരു ദിവസം മഹർഷി വന്നില്ല. ആ സമയത്ത് അവിടെ വന്നില്ല. ഇതിനുവേണ്ടി വരും, ആ സമയത്ത് വന്നില്ല. നടേശയ്യർ போயிட்டு பகவானே இன்னைக்கு பூஜை பார்க்க வரலையே. ஓய் இன்னுமா அது பண்ணிட்டு இருக்கீர்? ഇത്രയും ദിവസം ഒന്നും പറയാത്ത ആള് ഭഗവാൻ ചോദിച്ചു, ഇപ്പവും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇനിയും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്നാ ഇത് അന്നേ ചോദിക്കായിരുന്നില്ലേ? കർമ്മം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് ചെയ്യാനൊരു സമയമുണ്ട്, അത് വിട്ടുപോവാനൊരു സമയമുണ്ട്. അത് ഒരു സദ്ഗുരുവിന് അറിയുന്നു. ഇപ്പോ അദ്ദേഹം മെച്യൂറായി ഇനി മനസ്സ് അന്തർമുഖമാവണം എന്ന് കണ്ട സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഇനിയും ചെയ്യാണോ എന്ന് ചോദിച്ചു. ആ ക്ലൂ മതി അദ്ദേഹത്തിന്. അപ്പൊ പിടിച്ചെടുത്തു. അദ്ദേഹം അത് തീർത്ഥത്തില് നിക്ഷേപിച്ചു. കാര്യം തസ്യ ന വിദ്യതേ. ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ്. പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. ഒന്നിൽ അതുപോലെ ഒരു ജീവൻ മുക്തനായ സദ്ഗുരു നമുക്ക് വഴി കാണിക്കാനുണ്ടെങ്കിൽ കർമ്മം എപ്പോ ഉപേക്ഷിച്ചു പോകും എന്നുള്ളത് അറിയും. അല്ലെങ്കിലോ നമ്മള് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ നിത്യകർമ്മങ്ങൾ, നിത്യാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. എതുവരെ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ ആകുന്നവരെ.
നമ്മളായിട്ട് ഉപേക്ഷിക്കാനല്ല. നമ്മളുടെ അഹങ്കാരം തീരുമാനിച്ച് ഞാൻ വേദാന്തം പഠിച്ചു കഴിഞ്ഞു, ഇനി ഒരനുഷ്ഠാനങ്ങളും വേണ്ട, എല്ലാം ഞാൻ നിർത്തിക്കഴിഞ്ഞു എന്ന് ഉപേക്ഷിക്കാനല്ല. കർമ്മം ചെയ്യാൻ അഹന്ത ഉണ്ടെങ്കിലേ കർമ്മം നടക്കുകയുള്ളൂ. വ്യക്തിത്വ ബോധം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്തേ ഒക്കൂ. അത് നല്ല അനുഷ്ഠാനാദികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, വേറെ എന്തെങ്കിലും കർമ്മത്തിൽ പോയി ചെയ്യും. ഞാനിപ്പോ വേദാന്തം പഠിച്ചിട്ട് ഇപ്പൊ ഒന്നും സന്ധ്യാവന്തനൊന്നും, പിന്നെ എന്ത് രാവിലെ എണീറ്റാൽ TV കണ്ടുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ നിഷിദ്ധ കർമ്മത്തിൽ പോയി വീഴും. ആ നിഷിദ്ധ കർമ്മത്തിൽ പോയി വീഴാതിരിക്കാനാണ് ഈ വിഹിത കർമ്മങ്ങൾ വെച്ചിരിക്കുന്നത്. വിഹിത കർമ്മങ്ങൾ എപ്പോ വിട്ടുപോകും എന്ന് വെച്ചാൽ പൂർണ്ണമായ ജ്ഞാനസ്ഥിതി അകമയ്ക്ക് വന്നു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ആ ഒരു അർജയം ഉണ്ടാവില്ല ഉള്ളിൽ. ആ സ്ഥിതിയാണ് ഭഗവാൻ ഇവിടെ തസ്യ കാര്യം ന വിദ്യത്തെ എന്ന് പറയും. തസ്യ കാര്യം ന വിദ്യത്തെ, അദ്ദേഹത്തിന് ഒരു കാര്യവുമില്ല. കാക്കശ്ശേരി ഭട്ടതിരി അദ്ദേഹം ജനിച്ചത് തന്നെ അംബികയെ ഉപാസന ചെയ്ത് ജനിച്ചതാ. ഒരു ഘട്ടം വരെ മഹാപണ്ഡിതനായിരുന്നു. 7 വയസ്സുള്ളപ്പോ തഞ്ചാവൂരിൽ നിന്ന് വന്ന ഉദ്ദണ്ഡ ശാസ്ത്രികളെ വാദത്തിൽ തോൽപ്പിച്ചു. ഈ കഥയൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരു സ്റ്റേജിന് ശേഷം അദ്ദേഹം ഒരു കർമാനുഷ്ഠാനവും ഇല്ല, സന്ധ്യാവന്തനവും ഇല്ല, ഒരു അനുഷ്ഠാനവും ഇല്ല, ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ നമ്പൂരിമാര് പലരും ചോദിക്കും, എന്താ ഭട്ടേരി സന്ധ്യാവന്തനം കഴിക്കില്ലേ? സൂര്യൻ അസ്തമിക്കട്ടെ. ഭട്ടേരി സൂര്യൻ ആദ്യത്തെ ദിവസമൊക്കെ ഇവരിങ്ങനെ വിട്ടു. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യണില്ല, കുളിയില്ല, സന്ധ്യാവന്തനം ഇല്ല. എന്താ ഭട്ടേരി സന്ധ്യാവന്തനം സൂര്യൻ അസ്തമിച്ചാലേ സന്ധ്യാവന്തനം എന്ന് പറയൂത്രേ. ഒരു ദിവസം ചോദിച്ചു ഇവരെന്താ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, എന്റെ ഹൃദയത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതേയില്ല. ഹൃദാകാശേ ചിദാദിത്യ സദാ ഭാതി നിരന്തരം ഉദയാസ്തമയോ നസ്തഃ കഥം സന്ധ്യാവുപാസ്മഹേ. ഹൃദയമാവുന്ന ആകാശത്തിൽ ജ്ഞാനമാവുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു, ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, എങ്ങനെ സന്ധ്യാവന്തനം കഴിക്കുന്ന? ബാക്കിയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പെലയുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഇവിടെ പ്രസവത്തിന്റെ അശുദ്ധിയുണ്ട്, മരണത്തിന്റെ അശുദ്ധിയുണ്ട് എന്നാണ്. എന്താന്ന് വെച്ചാൽ മൃതാ മോഹമയീ മാതാ ജാതഃ ബോധമയോ ശിശു. മോഹമാവുന്ന അമ്മ മരിച്ചു, ബോധമാവുന്ന കുഞ്ഞ് ജനിച്ചു എന്നാണ്. അപ്പൊ 2 പെലയുണ്ട്. അതുകൊണ്ട് കർമാനുഷ്ഠാനമൊക്കെ വിട്ടുപോയിരിക്കണം. ആ സ്ഥിതിയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശമാനവഃ. ചില ഭക്തന്മാരുടെ കഥയിലൊക്കെ കാണാം, അവർ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയാണ് വില്വമംഗലം ലീലാശുകൻ പാടിയത്. സന്ധ്യാവന്തന ഭദ്രമസ്തു ഭവതേ ഭോസ്നാന തുഭ്യം നമഃ. സന്ധ്യാവന്തനമേ നിനക്കൊരു നമസ്കാരം, നന്നായിട്ടിരിക്കൂ. അനുഷ്ഠാനം ചെയ്യണവരൊക്കെ ചെയ്യട്ടെ. സ്നാനത്തിനൊരു നമസ്കാരം, ഹേ സ്നാനമേ നിനക്കൊരു നമസ്കാരം. എനിക്ക് ഒന്നും വയ്യാന്നാണ്. എന്താന്ന് വെച്ചാൽ ആ കൃഷ്ണൻ സദാ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു. എനിക്ക് സന്ധ്യാവന്തനം ചെയ്യാനും സമയം തരണില്ല അവൻ, കുളിക്കാനും സമയം തരണില്ല, യാതൊന്നിനും പ്രജ്ഞയില്ല. ഈ ഭൂതബാധയൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവോ അതുപോലത്തെ ഒരു സ്ഥിതി എന്നാണ്. പേയ്ത്തനം വിടാ പേയായി പിടിത്തനെ പേയനാക്കിന എന്ന അരുണാചല. രമണ മഹർഷി ആ ഒരു അവസ്ഥയിലിരുന്നു. ഗുരുമുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമാധിസ്ഥലം. അതായത് ആദ്യം മഹർഷി ഇരുന്നത് അരുണാചലേശ്വര ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. ആദ്യം വന്ന സമയത്ത് നേരെ പാതാളലിംഗ ഗുഹയ്ക്ക് അകത്ത് ചെന്നിരുന്നു. അത് ഏതോ ഒരു സിദ്ധന്റെ സമാധി ആ ക്ഷേത്രത്തിനകത്ത് ചെന്നിരുന്നു. അരുണാചലത്തിൽ ആരെങ്കിലുമൊക്കെ പോകുമ്പോ ഇതൊക്കെ ആദ്യം കാണണം. 1000 കാൽ മണ്ഡപം. അകത്ത് ചെന്ന ഉടനെ വലതുവശത്ത് പാതാളലിംഗ ഗുഹ എന്നിട്ടുണ്ടാവും. അതിനകത്താണ് ആദ്യം ചെന്നിരുന്നത്. എത്ര ദിവസം ഇരുന്നു എന്നൊന്നും അറിയില്ല. ശേഷാദ്രി സ്വാമികൾ ആണ് കണ്ടുപിടിച്ച് പുറത്തൊരു ഭക്തനോട് വന്ന് പറഞ്ഞു, ഉള്ള ഒരു സാമി ഇരിക്കു, പോയി പാര്. വിളക്കൊക്കെ എടുത്ത് ആ ഗുഹയുടെ ഉള്ളിൽ പോയി നോക്കി. ഇവര് നോക്കുമ്പോണ്ട് ഒരു ചെറുപ്പക്കാർ പയ്യൻ, 16 വയസ്സ് കുട്ടി അനങ്ങാതെ ഇരിക്കുന്നുണ്ട്. ഇവർ വിളക്കും കൊണ്ടുപോയപ്പോ അതിനകത്ത് കാല് വെക്കാൻ വയ്യ. മുഴുവൻ ഉറുമ്പ്, ചാഴി, പല വിധത്തിലുള്ള ക്ഷുദ്രപ്രാണികൾ. ഇപ്പൊ ഉള്ള പോലെയൊന്നുമല്ല, അപ്പൊ പൊളിഞ്ഞു കിടക്കായിരുന്നു. പാമ്പ് എല്ലാം ഉണ്ട് അതിനകത്ത്.
അടുത്ത് ചെന്ന് നോക്കിയപ്പോ ഈ വലത് കാലിന്റെ ഈ ഭാഗം, തൊടഭാഗം മുഴുവൻ കടിച്ച് ദ്രവിച്ചു പോയിരിക്കണം, ചീഞ്ഞു പോയിരിക്കണം. യസ്തു ആത്മരതിരേവ സ്യാത്. നിസർഗദത്ത മഹാരാജ് പിന്നീട് ഒരു ഭക്തനോട് പറഞ്ഞു, മഹർഷിക്ക് ആ സമയത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആ അനുഭവത്തിൽ ഏർപ്പെട്ട ജ്ഞാനം കംപ്ലീറ്റ് ആയിട്ട് തന്റേതായിട്ട് തീർന്നു എന്നാണ് ഈ ഒരാഴ്ച 2 ആഴ്ച സമയത്ത് ഈ പാതാളലിംഗത്തിൽ. ശരീരമേ അറിയാതെ അങ്ങനെ ഒരു സ്വരൂപത്തില് മുങ്ങിയിരിക്കൽ, ആ ആനന്ദത്തിൽ മുങ്ങിയിരിക്കൽ. പുറത്തു വന്ന ശേഷം അമ്പലത്തിന്റെ ഉള്ളിൽ അവിടെ എവിടെയൊക്കെ അദ്ദേഹം വസിച്ചു. അവിടെ ഒരു ഇലുപ്പമരമുണ്ട്. ആ ഇലുപ്പമരത്തിന്റെ ചുവട്ടില് ഇങ്ങനെ ഇരിക്കും. ആരൊക്കെയോ ഒന്ന് ആഹാരം കൊടുക്കും. ഒരു രത്നമ്മാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. വസ്ത്രമൊന്നുമില്ല, കൗപീനമൊന്നുമില്ല, ഒന്നുമില്ല. ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഉടുത്തു കൊടുക്കും, അത് ചിലപ്പോ അഴിഞ്ഞു കിടക്കണുണ്ടാവും. ഈ രത്നമ്മാൾ ആഹാരം കൊണ്ടുവന്ന് ഒരു പിടി അന്നം ഉള്ളിലേക്ക് പോവാൻ 1 മണിക്കൂറാവും അത്രേ. അമ്മ പിന്നെ വായിലിട്ട് കൊടുത്താൽ ഭക്ഷിക്കണ്ടേ. ചിലപ്പോ ഇട്ടുകൊടുത്തിട്ട് അടുത്ത ദിവസം വന്നിട്ട് ആ അമ്മ കൊച്ചുകുട്ടിയെ നോക്കണ പോലെ വായൊക്കെ കഴുകി വിടും, വെള്ളം ഒഴിച്ചിട്ട്. വായിൽ വെള്ളം ഒഴിച്ച് കഴുകാൻ അടുത്ത ദിവസം ചിലപ്പോ വായ തുറന്നാൽ ആ വായിൽ തലേ ദിവസം വെച്ച ഭക്ഷണം ഉണ്ടാവും. തലേ ദിവസം വെച്ച ഭക്ഷണം ചിലപ്പോ ആ വായിനകത്തുണ്ടാവും. യസ്തു ആത്മരതിരേവ സ്യാത്. രതി നാക്കിലല്ല, രതി ആത്മാവിലായപ്പോ നാവൊന്നും ഇല്ല അവിടെ. അവിടുന്നാണ് ഗുരുമൂർത്തം എന്ന് പറയുന്നത്. അതായത് കാർത്തിക ദീപം ഇപ്പൊ വരാൻ പോകുന്നു 13-ാം തീയതി, നവംബർ 13. ധാരാളം ആളുകൾ വരും. അപ്പൊ ഈ അമ്പലത്തിലുള്ളവരൊക്കെ ധരിച്ചു ഈ സ്വാമി ഇങ്ങനെ ഇരിക്കണമല്ലോ, ചെറുപ്പ വയസ്സ്, വസ്ത്രം പോലും ഇല്ലാതെ നടക്കണു. അവർക്ക് വിഷമം. അപ്പൊ ഒരു അണ്ണാമലൈ തമ്പിരാൻ എന്ന് പറയുന്ന ശിവാധീന മഠത്തിനെ ചേർന്ന ഒരു സ്വാമികൾ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ഗുരുമുഹൂർത്തത്തിലേക്ക്. അദ്ദേഹത്തിന്റെ ഒരു ഗുരുവിന്റെ ഒരു സമാധിസ്ഥാനം അവിടെ കൊണ്ടുപോയി എങ്ങനെയാ ഇരുത്തിയെന്ന് വെച്ചാൽ ഒരു ഓരത്തിൽ ഒരു ചുമരില് ചരിഞ്ഞുകൊണ്ടിരുന്നതാണ്, ചാരിയിരുന്നതാണ്. അവിടെ ചാരിയിരുന്ന് ദേഹം മുഴുവൻ ഉറുമ്പരിക്കും. അപ്പൊ അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒരു സ്റ്റൂളിനെ അതിനകത്ത് ഇറക്കി വെച്ച് ആ സ്റ്റൂളിന്റെ മേലെ ഇരുത്തിയിരുന്നു, അവിടെ ഇരിക്കും. അപ്പോഴാണ് പഴനിസ്വാമി എന്ന് പറയുന്ന ഭക്തൻ കുറച്ചു കാലം നോക്കിയിരുന്നു. അദ്ദേഹം ആ സമയത്താണ് വരുന്നത്, കൂടെ ഉണ്ടായിരുന്നു. ആ പഴനിസ്വാമി ആഹാരം എന്തെങ്കിലുമൊക്കെ കുറച്ച് കബളം വായിലിട്ട് കൊടുക്കും, അതും അറിയില്ല. യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ. അവിടെ വല്ല കർമ്മം ചെയ്യാൻ പറ്റുമോ? ആ അവസ്ഥയിലുള്ള ആൾക്ക് എന്ത് കർമ്മം ചെയ്യും? തസ്യ കാര്യം ന വിദ്യതേ. അയാൾക്ക് ചെയ്യാൻ ഒന്നുമില്ല. പിന്നീടൊക്കെ പിന്നെ പുറത്തേക്കൊക്കെ നടന്ന് വ്യവഹരിക്കാൻ തുടങ്ങിയപ്പോ കൈവൻ ഭിക്ഷ എടുക്കാൻ പോകും. ഭിക്ഷാപാത്രമൊന്നുമില്ല, കയ്യിലിങ്ങനെ ഭിക്ഷ വാങ്ങിക്കും, റോട്ടിൽ നിന്ന് തിന്നും, എന്നിട്ട് തലയിൽ തുടയ്ക്കും. കരതല ഭിക്ഷ തരുതല വാസ. എവിടെയെങ്കിലുമൊക്കെ കിടക്കുക. യസ്തു ആത്മരതിരേവ സ്യാത്. എന്നാൽ ഇങ്ങനെയൊക്കെ വസിക്കുന്ന നമുക്ക് എന്തൊരു കഷ്ടമായിട്ട് തോന്നുന്നുവോ ആ അവസ്ഥയിൽ ഭഗവാൻ പിൽക്കാലത്ത് പറയുന്നു ആനന്ദമാണ് അവിടെ. ഐ ഫെൽറ്റ് ഐ ആം ആൻ എംപറർ എന്നാണ്, ചക്രവർത്തിയാണെന്ന് തോന്നിയിരുന്നു എന്നാണ്. ഭിക്ഷക്കാരെന്നല്ല, സ്വാമികൾ ഞങ്ങളുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ വരില്ലേ, ഞങ്ങളുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ ഓരോരുത്തരും കാത്തോണ്ടിരിക്കും. ഒരു വീട്ടിൽ ഇന്ന് പോയാൽ അടുത്ത വീട്ടിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ തെരുവിൽ പോകും. ഭിക്ഷാന്തേഹി ചോദിക്കലൊന്നുമില്ല, 2 പ്രാവശ്യം തട്ടു, അത്രേ ഉള്ളൂ. ഒരു കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് കയ്യിൽ വാങ്ങിച്ച് അവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് തിന്നുകൊണ്ടിരിക്കും ഭിക്ഷ വാങ്ങിക്കണ കാലത്ത്. ഒരിടത്തേക്കും വിളിച്ചാലും ആരുടെ വീട്ടിലേക്ക് അകത്തേക്ക് ഒന്നും പോകില്ല. ആ സ്ഥിതിയിൽ ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം. അങ്ങനെ ശരീരം മറന്നിരുന്ന ആള് പതുക്കെ എല്ലാ വ്യവഹാരവും ചെയ്യാൻ തുടങ്ങി. കുളിക്കൽ, നേരെ സമയത്തിൽ ആഹാരം കഴിക്കൽ, പിന്നീട് ആശ്രമം വന്നപ്പോ അവിടെ കായ്കറി നുറുക്കി കൊടുക്കുക, ഒക്കെ ചെയ്യും. എല്ലാം ചെയ്യുമ്പോഴും ആ സഹജസ്ഥിതിയാണ്. ഒരു സ്റ്റേജ്, അങ്ങനെ ഒരു സ്റ്റേജ്.
അടുത്ത സ്റ്റേജില് അപ്പോഴും ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞിരുന്നു. പിൽക്കാലത്താണ് അതൊക്കെ പറയണം. പുറമേക്ക് ആളുകൾ നോക്കിയപ്പോ ഇദ്ദേഹത്തിന് ഒന്നുമില്ല. പക്ഷേ പിന്നീട് ഈ രത്നമാള ആഹാരം കൊടുത്തു എന്നൊക്കെ ആര് പറഞ്ഞു? ഒക്കെ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. എന്നുവെച്ചാൽ റെക്കോർഡിംഗ് ഫാക്കൽറ്റീസ് ഒക്കെ ക്ലിയർ ആണ്. ഒന്നും ജഡസമാധിയല്ല, അവയർനെസ്സോടെ കൂടെ തന്നെ. പക്ഷെ ഒന്നിലും ഉദാസീന ഭാവം. ആ അവസ്ഥയോട് തന്നെ പിന്നെ നമുക്ക് കാണിച്ചു തന്നു. ആ അവസ്ഥയോടുകൂടെ തന്നെ എങ്ങനെ ഇരിക്കാം, കുളിക്കുക, കറക്റ്റ് സമയത്തിന് കുളിക്കുക, കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വരിക, ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, പച്ചക്കറി നുറുക്കുക, ഭംഗിയായിട്ട് പുസ്തകം എഴുതുക. മഹർഷിയുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ രമണാശ്രമത്തിൽ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മഹർഷിയുടെ സ്തുതിപഞ്ചകം മുഴുവൻ സ്വന്തം കൈപ്പടിയിൽ എഴുതിയത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതേ കൈയക്ഷരം കാണാം. പ്രിന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള അക്ഷരം പോലെയുള്ള കൈയക്ഷരം, മണി 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 മണിയായിട്ടുള്ള കൈയക്ഷരം. യസ്തു ആത്മരതിരേവ സ്യാദ്. ആ സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ. ഒന്നിനും ധൃതി കൂട്ടലില്ല, ഒന്നും ചെയ്തു തീർക്കാനില്ലേ, ഒന്നും നേടാനുമില്ല. തസ്യ കാര്യം ന വിദ്യത്തെ. ഈ ശ്ലോകത്തിന്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ശ്ലോകം. നോക്കാം. നൈവ തസ്യ കൃതേനാഥഃ ന അകൃതേനേഹ കശ്ചന. ഈ ജ്ഞാനിക്ക്, ആത്മാവിൽ രമിച്ചിരിക്കുന്ന ജ്ഞാനിക്ക് എന്തെങ്കിലും ചെയ്തതുകൊണ്ട് നേടിയെടുക്കാനൊന്നുമില്ല, ചെയ്യാത്തതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനുമില്ല എന്നാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വേണം എന്തെങ്കിലും കിട്ടാനെന്നുള്ള ഭാവമാണ്. ജ്ഞാനിക്ക് നൈവതസ്യ കൃതേനാർത്ഥ. ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഒന്നും കിട്ടാനില്ല, ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ അയാൾക്ക് ഒന്നും നഷ്ടം വരാനില്ല. കാരണം അയാൾ സ്വയം പൂർണ്ണനാണ്. നമ്മളൊക്കെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈ കർമ്മം കഴിഞ്ഞ് എന്തോ നമ്മൾക്ക് ഒരു ആഡഡ് ജോയ് വരാൻ പോകുന്നു. ഫലം കിട്ടുന്നത് പോട്ടെ, അല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷം പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ പ്രവൃത്തിയെ ലോകത്തിൽ ഉണ്ടാവണില്ല. ജ്ഞാനിയുടെ ഓരോ പ്രവൃത്തിയും പൂർണ്ണതയിൽ ഇരുന്നു കൊണ്ടാണ് പ്രവൃത്തി. ഇതിപ്പോ നമുക്ക് എന്തിനു പറയണമെന്ന് വെച്ചാൽ നമ്മളും അങ്ങനെ ഇരിക്കണം എന്നാണ്. പൂർണ്ണതയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കണം. അപൂർണതയെ പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ഈ പ്രവൃത്തി മഠയത്തരമാണ്. പൂർണ്ണമായി ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക, ഒന്നും കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കണ്ട, എന്നാലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രവൃത്തി തന്നെ ബ്രഹ്മാനുഭവമായിട്ട് തീരും. നജാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയ. ഋഷികളോട് നമുക്ക് ഋണമുണ്ട്, പിതൃക്കളോട് ഋണമുണ്ട്, ഭൂതങ്ങളോട് ഋണമുണ്ട്, ദേവന്മാരോട് ഋണമുണ്ട്. പക്ഷെ ഈ ഋണം ഒന്നും തന്നെ ആത്മാവിൽ രമിക്കുന്നവനില്ല എന്നാണ്. ആർക്കും അയാൾ ഒന്നും കൊടുക്കാനില്ല, ഒന്നും വാങ്ങിക്കാനില്ല. ആ സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാൾ എല്ലാ ഋണവും തീർത്തു കഴിഞ്ഞു. ആചാര്യസ്വാമികളോട് അടുത്ത് പറയുന്നു, ആരുടെ മനസ്സ് ആത്മസ്വരൂപത്തിൽ ഒരു ക്ഷണനേരമെങ്കിലും രമിക്കുന്നുവോ അവൻ എല്ലാ യാഗയജ്ഞങ്ങളും ചെയ്തു കഴിഞ്ഞു, എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്തു കഴിഞ്ഞു, എല്ലാ അനുഷ്ഠാനങ്ങളും കഴിഞ്ഞു, എല്ലാ ഭൂതങ്ങൾക്കും അയാൾ എല്ലാവിധത്തിലുള്ള കടവും കൊടുത്തു തീർത്തു കഴിഞ്ഞു. സ്നാതം തേന സമസ്തവാരിനി വഹൗ പുണ്യാ സമസ്താ ക്രിയാ സമ്പൂർണം ജഗദേവ നന്ദനവനം. അയാൾക്ക് ജഗത്ത് മുഴുവൻ നന്ദനവനമാണ്. ഒന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല. ഇതാണ് നൈവതസ്യ കൃതേനാർത്ഥ നാകൃതേനേഹ കശ്ചന നജാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയ. അതുകൊണ്ട് തസ്മാത്, അടുത്ത ശ്ലോകം, തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാത്, അതുകൊണ്ട് ഹേ അർജുന, ജ്ഞാനിയുടെ ആ സ്ഥിതിയെ നീയും അവലംബിക്കുക. ഈ കർമ്മത്തിനെ ഭിക്ഷക്കാരനെ പോലെ ചെയ്യരുത്, ഗൗരവത്തോടുകൂടെ ചെയ്യാം. ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം. നീ ഭിക്ഷക്കാരനായാൽ ഭിക്ഷക്കാരനെ ഓടിക്കുന്ന പോലെ തന്നെ പ്രകൃതിയിലുള്ള ഓരോ എലമെന്റ്സും തന്നെ ഓടിച്ചുവിടും. ജ്ഞാനിയുടെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ പ്രവൃത്തി ചെയ്യുക. ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പ്രവൃത്തി ആനന്ദത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടിരിക്കട്ടെ. നിന്റെ അകമേക്കുണ്ടാവുന്ന ആനന്ദം പുറമേക്ക് പ്രവൃത്തിയായിട്ട് കർമ്മമായിട്ട് സ്ഫുരിച്ചാൽ ആ കർമ്മം, ഓരോ കർമ്മവും സകല പ്രാണികൾക്കും ജീവജാലങ്ങൾക്കും മംഗളത്തിനായിക്കൊണ്ട് തീരും. അതുകൊണ്ട് തസ്മാത് അസക്ത, ആസക്തിയില്ലാതെ ആത്മാവിൽ രമിച്ചുകൊണ്ട് ശാന്തിയിൽ ഇരുന്നു കൊണ്ട് സതതം കാര്യം കർമ്മ സമാചരണം.
കുറച്ചു നേരം എന്നല്ല ഭഗവാൻ പറഞ്ഞു, നമ്മൾക്ക് സതതം സന്തതം കർമ്മം ചെയ്യൂ. ഏത് കർമ്മമാ ചെയ്യേണ്ടത്? ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർമ്മം വാരി തലയിലിടണോ ഭഗവാനെ? അങ്ങനെയല്ല. കാര്യം കർമ്മ. കാര്യം കർമ്മ എന്ന് വെച്ചാലോ, നിന്റെ സ്വഭാവത്തിനനുസരിച്ച്, നിന്റെ പ്രകൃതിക്കനുസരിച്ച് നിനക്ക് ഏത് കർമ്മം വിധിച്ചു കിട്ടിയിട്ടുണ്ടോ, വഴി കാണിച്ചു തരപ്പെട്ടിട്ടുണ്ടോ, ആ കർമ്മത്തിനെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ സതതം അത് ചെയ്തുകൊണ്ടേയിരിക്കൂ. പക്ഷെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ, അതിൽ നിന്ന് ഫലം യാതൊന്നും പ്രതീക്ഷിക്കാതെ, രാഗദ്വേഷമില്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ആ കർമ്മം നിന്നിലൂടെ ഒഴുകുകയാണെങ്കിൽ ക്ഷീണിക്കോ തളരുകയോ ഒന്നുമില്ല. രമണ മഹർഷിക്ക് ഒരു അറ്റൻഡന്റ് ഉണ്ടായിരുന്നു, വെങ്കടരത്നം എന്ന് പേര്. അദ്ദേഹം വെങ്കടരത്നം, രത്നം എന്ന് വിളിക്കും അദ്ദേഹത്തിന്. വെങ്കടരത്നം ഒരു ദിവസം എല്ലാവർക്കും മറ്റുള്ളവരുടെ സിമ്പതി കിട്ടുന്നത് വളരെ ഇഷ്ടമാണ്. അതൊരു തരം ദരിദ്ര സ്വഭാവമാണ്. ചില ആളുകളുണ്ടാവും, കാലിൽ ഇത്തിരി ഒരു വ്രണം വന്നാൽ ഉമ്മർത്ത് വന്നിരിക്കും. പോണവരെയും വരണവരെയും ഒക്കെ വിളിച്ചിട്ട്, എന്താ വയ്യ, കാല് വേദന. അവര് പറഞ്ഞു, അയ്യോ ഇങ്ങനെ വയ്യോ, അതിലൊരു സുഖം. അതേപോലെ ഈ വെങ്കടരത്നം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഒരുപാട് പ്രവൃത്തി കർമ്മം എനിക്ക് ക്ഷീണിച്ചു പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു. അദ്ദേഹം വിചാരിച്ചത്, കുറച്ച് പ്രവൃത്തി ഭഗവാൻ എന്തെങ്കിലും ആശ്വസിപ്പിക്കും എന്നാണ് വിചാരിച്ചത്. ഭഗവാൻ പറഞ്ഞു, നീ എല്ലാം ഞാൻ ചെയ്യണു, ഞാനാണ് ഇതൊക്കെ ചെയ്യണതെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ തളർന്നു പോണത്. ആ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലെങ്കിൽ എന്തു പ്രവൃത്തി ചെയ്താലും എനർജി ഇങ്ങനെ ഊസ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും, ഉള്ളൊന്നും ഒരു തളർച്ചയും ഉണ്ടാവില്ല. അല്ല, ഞാൻ ചെയ്യണമെന്ന് ആ ഭാവമാണ് തന്നെ തളർത്തുന്നത്, അല്ലാതെ പ്രവൃത്തിയല്ല. അപ്പോ ഇവിടെ ഭഗവാനും സതതം കാര്യം കർമ്മ സമാചര. അതുകൊണ്ടാണ് ഈ ജ്ഞാനികൾ എത്ര പ്രവൃത്തി ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രവൃത്തി നമ്മളെ കൊണ്ട് ഊഹിക്കാൻ പോലും സാധ്യമല്ല. എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും തോന്നും. എന്നിട്ട് അവർക്ക് ഒരു തളർച്ചയുമില്ല. ആചാര്യസ്വാമികൾ തന്നെ 3 പ്രാവശ്യം ഭാരതം മുഴുവൻ നടന്നു എന്നാണ് പറയണത്. ഇന്ത്യ മുഴുവൻ 3 പ്രാവശ്യം നടന്നു. നിരന്തരം എത്ര ഗ്രന്ഥങ്ങൾ അതിന്റെ ഇടയിൽ വന്നു, എത്ര ഇതൊക്കെ വന്നു. ഇത്ര യാത്ര ചെയ്ത ആള് അതോ 32 വയസ്സിന്റെ ഉള്ളില്, അല്ലെ? നമ്മള് 32 വയസ്സ് സാന്ന് വന്ന് തുടങ്ങണത്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം തെറ്റിപ്പഠിക്കണത് അപ്പോഴാണ്. നേരെ ചൊവ്വ ചൊല്ലാൻ വയ്യ 32 വയസ്സിൽ. അത് ഞാൻ ഏർലിയർ പീരീഡാണ് ഞാൻ പറയണത്. ചിലതൊക്കെ പിന്നെ റിട്ടയർ ആയ ശേഷം തുടങ്ങുക നമ്മള് പതുക്കെ. അത് മുഴുവൻ അബദ്ധ പഞ്ചാംഗമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയധികം പ്രവൃത്തി എവിടുന്ന് വന്നു? അസക്ത സതതം അസംഗോഹം 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 പുനഃപുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹം അവ്യയ. ഞാൻ അസംഗനാണ്, അസംഗനാണ്, അസംഗനാണ്. സച്ചിദാനന്ദരൂപമായ ശിവമാണ് അവ്യയം. എന്റെ ഊർജം ഒരിക്കലും വ്യയമാവുന്നേ ഇല്ല എന്നാണ്. അവ്യയമായ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ഒരു ഊർജം ഒന്നും നഷ്ടമാവുന്നില്ല. സദാ എവിടുന്നോ ഒരു സീക്രട്ട് പേപ്പർ തുറന്ന പോലെ ഇൻഎക്സോസ്റ്റിബിൾ എനർജി വന്നുകൊണ്ടേയിരിക്കാം, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസർ അതിനൊരു ഉദാഹരണം പറയും. രാമകൃഷ്ണ പരമഹംസർ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ. കേശവചന്ദ്രസേനൊക്കെ വലിയ പ്രഭാഷണം ചെയ്യുന്ന ആളാണ്, നിറയെ പഠിച്ച ആളാണ്. രാമകൃഷ്ണദേവൻ അന്ന് ഈ പറയാൻ തുടങ്ങുമ്പോ ഉദാഹരണങ്ങൾ, പല വിധത്തിലുള്ള ഉദാഹരണങ്ങളും എക്സാമ്പിൾസും കഥകളുമായിട്ട് ഇങ്ങനെ മണിക്കൂർ കണക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ബോട്ടിലെ രാമകൃഷ്ണ പരമഹംസരെയും വെച്ചുകൊണ്ട് കേശവചന്ദ്രസേൻ ബ്രഹ്മസമാജക്കാരൊക്കെ കൂടെ യാത്ര ചെയ്യുന്നു. രാമകൃഷ്ണദേവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഓൾമോസ്റ്റ് 7 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. കേശവചന്ദ്രസേൻ അസ്ത്രഭർജനായിപ്പോയി. കേശവചന്ദ്രസേൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഠാക്കൂർ ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഒരു അരമണിക്കൂർ ലെക്ചർ നടത്തണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നോട്ടെടുത്ത് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് എന്നിട്ട് അവിടെ പോകുമ്പോഴേക്കും ഒക്കെ മറന്നു പോണു. ഇത് എവിടുന്ന് വരണു? അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈ നെല്ലൊക്കെ വലിയത് അതുപോലെ ഒരു മുറിയുടെ ഉള്ളിൽ അടുക്കി വയ്ക്കും. എന്നിട്ട് ഈ അത് കൊടുക്കുമ്പോ ചെറിയൊരു ദ്വാരം ഉണ്ടാവും.
ആ ദ്വാരത്തില് ഒരു ചെറിയൊരു തൊട്ടി പോലെ ഉണ്ടാവും. ആ തൊട്ടിയിൽ ഫുള്ളായിട്ട് നെല്ലുണ്ടാവും. ആ തൊട്ടിയിലുള്ള നെല്ല് ഇങ്ങനെ ഒരു കൊഴാലിലൂടെ പുറത്തേക്ക് തള്ളിക്കൊടുക്കും. അത്ര തള്ളിക്കൊടുക്കുമ്പോ ഈ തൊട്ടിയിലുള്ള നെല്ല് കഴിയുന്തോറും പുറകെയുള്ള ആ ഗ്രൈനറിയിൽ നിന്ന് നെല്ല് ഈ തൊട്ടിയിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ തൊട്ടിയിൽ നിന്ന് നെല്ലെടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണു. പുറകെയുള്ള ആ വലിയ ഖനിയിൽ നിന്നും നെല്ല് ഈ തൊട്ടിയിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ ഈ ചെറിയ തൊട്ടി ഈ തൊട്ടിയിലുള്ളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ജഗദീശ്വരി പുറകെയുള്ള വലിയ ഇൻഎക്സോസ്റ്റിബിൾ സോഴ്സ് അവിടെ നിന്ന് ഒഴുക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. അവൾ തന്നുകൊണ്ടേയിരിക്കുന്നു, ഇത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതിനൊരു അന്തമേ ഇല്ല. അതെങ്ങനെ വന്നു? അസക്ത സതതം. യാതൊരു ആസക്തിയും ഇല്ലെങ്കിൽ എനർജി വറ്റിപ്പോവുകയേ ഇല്ല. കാര്യം കർമ്മ സമാചര. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കൂ, റെസ്റ്റേ വേണ്ട. കാരണം ടു പെർഫോം ആക്ഷൻ ഈസ് ടു റിമെയിൻ ഇൻ റെസ്റ്റ്. Always in rest, always in movement. Movement and rest. ചലാചല നികേതശ്ച യതിരി യാദൃച്ഛികോ ഭവേത്. ഗൗഡപാദാചാര്യൻ ഒരു വശത്ത് ചലനികേതം, എന്താണ്? ശരീരം തന്നെ. ഒരിടത്ത് അചലം, ഉള്ളിൽ അചലമായിരുന്നുകൊണ്ട് ശരീരം ചലിച്ചുകൊണ്ടേയിരിക്കണം അത്ര. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അസക്തോ ഹി ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അങ്ങനെ അസക്തമായി കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നാൽ എന്താണ് അതിന്റെ ലക്ഷ്യം? പമ്പരം ചുറ്റിക്കൊണ്ടേയിരുന്നാൽ എന്താവും? കുറച്ചിങ്ങനെ നിൽക്കും അല്ലെ? അതേപോലെ ആസക്തിയില്ലാതെ കർമ്മത്തിന് സാധനയായിട്ട് ചെയ്യുകയാണെങ്കിൽ, ജ്ഞാനികളും ചെയ്യും, സാധനയായിട്ട് നമ്മൾ പരിശീലിക്കും. എന്താണെന്ന് വെച്ചാൽ വാസനാമയ കർമ്മങ്ങളൊക്കെ ഇറ്റ് വിൽ കം ടു എ കംപ്ലീറ്റ് സ്റ്റോപ്പ്. അതാണ് പരമാപ്നോതി പുരുഷ. നമ്മൾ സാധാരണ സ്ഥിതിയിൽ കർമ്മം ചെയ്യുന്നത് എന്താ? എന്തെങ്കിലും ഒരു മോട്ടീവ് വെച്ചുകൊണ്ടാണ്. ആ മോട്ടീവ് എടുത്തു കഴിഞ്ഞ് ഞാൻ കർത്താ ഭോക്ത അല്ല, ഭഗവാന്റെ കയ്യിൽ വെറും ഒരു യന്ത്രം, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്ന് ഓർമ്മ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ കുറെ കഴിയുമ്പോൾ ഈ ഉള്ളിലുള്ളതൊക്കെ ഒഴുകിപ്പോയി നിശ്ചലമാവും. അതാണ് പരമാപ്നോതി പുരുഷ. കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കെ നിന്നുപോകും. ഈ പശുവിനെ മരത്തിൽ കെട്ടിയിട്ടാൽ പശു മരത്തിന് ചുറ്റും ചിലപ്പോൾ ചുറ്റി നടന്നിട്ട് അവസാനം അനങ്ങാൻ പറ്റാതാവും. ആ കയറ് ചുറ്റി മരത്തിൽ ചുറ്റിയിട്ട് അനങ്ങാതാവും. അതുപോലെ അനുസ്യൂതമുള്ള പ്രവൃത്തി ഇറ്റ് വിൽ കം ടു എ കംപ്ലീറ്റ് സ്റ്റോപ്പ്. അകമേ, പുറമേക്ക് പ്രവൃത്തി നടന്നാലും വേണ്ടില്ല, അകമേ പരമാപ്നോതി പുരുഷ. പരമമായ സ്ഥിതിയെ പ്രാപിക്കാൻ സാധനയായിട്ടും ഇതിനെ ചെയ്യാം. സാധനയായിട്ട് ചെയ്യുമ്പോൾ ഭഗവാന് പൂജയാണ്, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ ആർക്ക് ചെയ്യാൻ കഴിയും? ആർക്ക് ആത്മസാക്ഷാത്കാരം ലക്ഷ്യമോ അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചോദിക്കും? പിന്നെ ഞാൻ എന്തിനു കർമ്മം ചെയ്യണം? കർമ്മം ചെയ്ത് എനിക്കൊന്നും കിട്ടാൻ പോണില്ലെങ്കിൽ പിന്നെ എന്തിനു ചെയ്യണം? നാച്ചുറൽ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അവർക്കിത് ഉത്തരമേ പറയാൻ പറ്റില്ല. ആർക്ക് ആത്മാനുഭവം ലക്ഷ്യമോ, ആർക്ക് അകമേ അഹങ്കാരം ഉദിക്കാതിരിക്കണം, ശാന്തി വേണമെന്ന് ആലോചിക്കുന്നു, അവര് നാച്ചുറലായിട്ട് ഈ ഒരു സീക്രട്ടിൽ വന്ന് നിൽക്കും. അവർക്ക് ഫലം എന്താ? അകമേയുള്ള ജ്ഞാനമാണ്. അതിന് ഫലം സ്വീകരിക്കേണ്ടെന്നല്ല, ഫലം വരുകയോ പോവുകയോ കിട്ടുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ നിയമത്തിനനുസരിച്ച് നടക്കും. പക്ഷെ നമ്മളുടെ മനസ്സ് അതിൽ പോയി ഒട്ടിപ്പിടിക്കാതെ ഇരുന്നാൽ പരമാപ്നോതി പുരുഷ. അപ്പൊ ഉടനെ സംശയം എന്താ? ഇതൊക്കെ പറയാം, പക്ഷെ പ്രാക്ടിക്കലി ഇതൊക്കെ ചെയ്ത് നേടിയ ആളുകളൊക്കെ ഉണ്ടോ? അങ്ങനെ കർമ്മം ചെയ്തിട്ട്, നിഷ്കാമ്യമായി കർമ്മം ചെയ്തിട്ട് യാതൊന്നിനും പറ്റിക്കൂടാതെ ജ്ഞാനസ്ഥിതിയിൽ ഇരിക്കാനൊക്കെ ആർക്കെങ്കിലും സാധിക്കുമോ? അതിന് ഉദാഹരണമാണ് അടുത്ത ശ്ലോകം. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാഹ ജനകാദയ. ജനകൻ മുതലായിട്ടുള്ളവർ കർമ്മം കൊണ്ട് തന്നെ പരമാത്മപദത്തിനെ പ്രാപിച്ചവരാണ്. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ സംസിദ്ധി എന്നുള്ള പദത്തിന് ചിത്തശുദ്ധി എന്നർത്ഥം പറഞ്ഞു കാണും. കർമ്മം നിഷ്കാമ്യമായി ചെയ്താൽ ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടായാൽ അത് ജ്ഞാനത്തിന് കാരണമായിട്ട് തീരും, ക്രമേണ കാരണമായിട്ട് തീരും.
തന്മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ വിശുദ്ധേ സതി ചേതസ്മിൻ മുക്തിക്കരഫലായത്തെ. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാഹ ജനകാദയ. അല്ല, സംസിദ്ധി എന്നുള്ളതിന് വേറെ ഒരു അർത്ഥവും പറയാം, ജ്ഞാനം എന്ന് തന്നെ അർത്ഥം പറയാം. ജനകൻ മുതലായിട്ടുള്ളവർ ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കർമ്മം ചെയ്തവരാണ്. സംസിദ്ധിയിൽ ആസ്ഥിതന്മാരായി ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്തവരാണ്. അവരൊന്നും കർമ്മം ഉപേക്ഷിച്ച് എവിടെയും പോയില്ല. ജനക മഹാരാജാവ് ഒരു ക്ഷണനേരം കൊണ്ട് ജ്ഞാനം നേടിയ ആളാണ്. തന്റെ പൂന്തോട്ടത്തിൽ ഒരു ദിവസം രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിഷയ ആശയോടുകൂടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നികുഞ്ചങ്ങളിൽ സിദ്ധന്മാര് പാടുന്ന പാട്ട് കേട്ടു. സിദ്ധന്മാര് ആത്മവിദ്യ ഉപദേശിച്ചു ജനകന്. ആ ക്ഷണം ജനകൻ അവിടെ സമാധിസ്ഥിതനായിട്ട് കുറേ നേരം ഇരുന്നു. എന്നിട്ട് ജനകൻ ആലോചിച്ചു, ഈ ജ്ഞാനം എനിക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കണം, ഞാൻ എന്തു ചെയ്യണം? ഈ രാജ്യധാനിയൊക്കെ രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി സന്യാസിയായിരിക്കണോ എന്ന് ആലോചിച്ചു. അപ്പൊ ജനകൻ ആലോചിച്ചു, ഉപേക്ഷിക്കാൻ എനിക്കിവിടെ എന്തുണ്ട്? ഈ ശരീരം ഞാനാണോ? ഈ ശരീരം ഇനി ഉപേക്ഷിച്ചാൽ എന്ത്? ശരീരം ഇനി രാജാവായിരുന്നാൽ എന്ത്? സന്യാസിയായിരുന്നാൽ എന്ത്? ആരുടെയൊക്കെയോ ശരീരം എന്തൊക്കെയോ ചെയ്യുന്നു, അതുപോലെ ഈ ശരീരവും എന്തൊക്കെയോ ചെയ്യുന്നു. ചെയ്യട്ടെ, ഇത് ചക്രവർത്തിയായിരുന്നാൽ എന്താ, സന്യാസിയായിരുന്നാൽ എന്ത് ഭേദം വരാൻ പോകുന്നു എന്ന് നിശ്ചയിച്ചു. മനസ്സിനെ ഞാനിതാ ഈ ജ്ഞാന ഖഡ്ഗം കൊണ്ട് ഇല്ലാതാക്കുന്നുണ്ട്. പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദുഷ്ടശോരോയമാത്മനഃ മനോനാമേഹ ഹന്യേഹം മനസാസ്മി ചിരം ഹതഃ. അജ്ഞാനസ്ഥിതിയിലിരിക്കുന്നിടത്തോളം മനസ്സ് എന്നെ വിഷമിപ്പിച്ചു. ഞാനിതാ ജ്ഞാനമാവുന്ന ഖഡ്ഗം കൊണ്ട് മനസ്സിനെ നിഗ്രഹിച്ച് ഞാൻ പ്രബുദ്ധനായിട്ട് രാജ്യഭരണം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജനകൻ രാജ്യഭരണം തന്നെ ചെയ്തു. അംബരീഷ മഹാരാജാവ് പരമഭാഗവതോത്തമനായി ഇരുന്നുകൊണ്ട് ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ള വിചാരമൊന്നും വരാതെ ചക്രവർത്തിയായിരുന്നു കൊണ്ട് തന്നെ പരമപ്രശാന്തനായിട്ടിരുന്നു. തന്റെ രാജ്യമോ തന്റെ സമ്പത്തോ സമൃദ്ധിയോ ഒന്നും അദ്ദേഹത്തിനെ അല്പം പോലും കളങ്കപ്പെടുത്തിയില്ല. ഋഷഭ യോഗീശ്വരൻ ചക്രവർത്തിയായിരുന്നു കൊണ്ട് തന്നെ എല്ലാ വ്യവഹാരങ്ങൾക്കും നടുവിലും ബ്രഹ്മനിഷ്ഠനായി ജ്ഞാനിയായിരുന്നു. ഇവരെയൊക്കെയാണ് ജനകാദയ, ജനകൻ മുതലായിട്ടുള്ളവർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അർജുന, ഇവരൊക്കെ നിനക്ക് മുൻപിൽ നടന്നവരായതുകൊണ്ട് ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി, നീ ലോകമംഗളത്തിന് വേണ്ടിയെങ്കിലും ഈ കർമ്മം ചെയ്തേ ഒക്കുള്ളൂ എന്ന്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താ തെറ്റ്? ഞാൻ ലോകസംഗ്രഹത്തിന് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടാവും? ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ചെയ്താൽ എന്താ, ചെയ്തിട്ടില്ലെങ്കിൽ എന്താ? അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യണില്ല എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ എന്തു പറ്റും? അതിനുള്ള ഇതാണ് അടുത്ത ശ്ലോകം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ.